നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതോടുകൂടി ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന്റെ തലവര കൂടി മാറിയിട്ടുണ്ട്. കാരണം അയോധ്യയിലേക്ക് ലോകം ഒഴുകിയെത്തും എന്ന് ഉറപ്പായതോടുകൂടി ഉത്തർപ്രദേശിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ വളരെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. വീടുകളോട് ചേർന്ന് ഹോം സ്റ്റേകൾ വരുന്നു, ഭക്ഷണശാലകൾ വരുന്നു. അങ്ങനെ അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ കൂടി ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിലെ ഹത്രസുകാർക്കാണ് ഈ കാര്യത്തിൽ ഏറ്റവും അധികം നേട്ടം ലഭിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സാമഗ്രികൾ ഒരുക്കിക്കൊണ്ടാണ് അവർ മുന്നേറ്റത്തിൽ പങ്കാളികളാവുന്നത്. ഉത്തർപ്രദേശിലെ പരമ്പരാഗത വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്ന ഹത്രസിൽ ഇപ്പോൾ 100-ലധികം വീടുകളിലാണ് പൂജാ സാമഗ്രികൾ ഉൾപ്പെടെ തുടങ്ങുന്ന യൂണിറ്റുകൾ, ചെറുകിട വ്യവസായങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ചന്ദനം, കുങ്കുമപ്പൂവ്, മഞ്ഞൾപ്പൊടി, പൂക്കൾ, അഗർബത്തി, പൂജാ സാമഗ്രികൾ തുടങ്ങിയവയാണ് ഈ തെരുവോര കടകളിൽ ഉൾപ്പെടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനിയും 22 ദിവസം കൂടി ബാക്കിയുണ്ട് എങ്കിൽ പോലും അയോധ്യയിലെ ഹനുമാൻ ഗഡി മന്ദിരത്തിലേക്ക് ഇപ്പോൾ തന്നെ തീർത്ഥാടകർ വലിയ രീതിയിൽ ഒഴുകിയെത്തുന്നുമുണ്ട്. നിലവിൽ പൂജാ സാമഗ്രികൾ തയ്യാറാക്കുന്ന സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് നൽകിയതോടുകൂടി ജില്ലാ ഭരണകൂടം ഇതിനു വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾ ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ തുടങ്ങി മുൻപന്തിയിലേക്ക് വരുന്നുമുണ്ട്. എന്തായാലും ചുരുങ്ങിയ ഈ നാളുകൾക്കിടയിൽ ഹത്രസിൽ മാത്രം 12ഓളം ഫാക്ടറികളാണ് ഈ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി മാത്രമായി ഉയർന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഇവിടെ നിന്നുള്ള പൂജാ വസ്തുക്കളാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. അവിടെ ചെറിയ കടകളിലൂടെ ഇത് ഭക്തരിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. നെയ്യ് അടക്കമുള്ള ഹവനത്തിനുള്ള സാധനങ്ങൾ, ധൂപം, പൂജാ കിറ്റ്, അശ്വഗന്ധം, കൽക്കണ്ടം തുടങ്ങിയവയാണ് കൂടുതലായും അയോധ്യയിലും പരിസര പ്രദേശത്തേക്കും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവയ്ക്ക് 5% മാത്രമേ നികുതി ഈടാക്കുന്നുള്ളൂ എന്നതുകൂടി സംരംഭകർക്ക് വലിയ ആശ്വാസമാകുന്നുണ്ട്. എന്തായാലും 2000-ഓളം പേർക്ക് പൂജാ സാമഗ്രി വ്യാപാരത്തിലൂടെ മാത്രം വരുമാനം കണ്ടെത്താൻ കഴിയുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ അറിയിക്കുന്നത്. ഏകദേശം 6ഓളം ഗ്രാമങ്ങളാണ് ഇത്തരത്തിൽ അയോധ്യയിലേക്ക് ആവശ്യമായ പൂജാ സാമഗ്രികൾ തയ്യാറാക്കുന്നതിനുള്ള പല യൂണിറ്റുകൾ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഭക്തി മാത്രമല്ല അയോധ്യയിൽ നിറയുന്നത്, മറിച്ച് സ്വയം സംരംഭകരാകുക, അല്ലെങ്കിൽ സ്വന്തം തൊഴിൽ നേടി അതിലൂടെ തങ്ങളുടെ ഗ്രാമത്തിന് കൂടി ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്ന വലിയ ഒരു ഉദ്യമം കൂടി ഇപ്പോൾ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.